أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم. സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മഅഖലി ചർച്ചക്കെടുത്ത വിഷയം സിലത്തുർ റഹ്മി എന്നതാണ്, അഥവാ ചാർച്ചബന്ധം. അതെ, ചാർച്ചബന്ധം ചേർക്കുക എന്നത് വാസ്തവത്തിൽ വിശുദ്ധ റമദാനിനോട് നാം വിടവാങ്ങിയ ശേഷം നാം ചെയ്തുകൊണ്ടിരുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമായിരുന്നു ചാർച്ചബന്ധം ചേർക്കുക എന്നത്. അങ്ങനെയുള്ള ആ മഹാ അമല് അള്ളാഹു വളരെ പ്രാധാന്യം നൽകിയതായ ഒരു അമലാണ് ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും അവരുടെ ജീവിതത്തിൽ പകർത്തലിലൂടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് നുബുവത്ത് കിട്ടിയതായ ഉടനെ തന്നെ, അഥവാ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ സൂക്തം അല്ലെങ്കിൽ ആയത്തുകൾ ഇറങ്ങിയതായ സന്ദർഭത്തിൽ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന വരവേൽപ്പും അവർക്ക് ആദ്യമായി വഹി നൽകിയതായ സന്ദർഭവും ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നതായ പ്രയാസവും ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവരുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞതായ വാക്കുകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഭാഗമായിട്ട് അവരാദ്യമായി എണ്ണിയത് കല്ല വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അഹദ. നിങ്ങൾ മനസ്സിലാക്കും പോലെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പരാജയപ്പെടുത്തുന്നതല്ല, ഒരിക്കലും കൈവിട്ട് കളയുന്നതല്ല, നിങ്ങൾക്ക് പ്രയാസമുള്ള ഒന്നും സംഭവിക്കുന്നതല്ല. കാരണം നിങ്ങളാണെങ്കിൽ ചാർച്ചബന്ധം ചേർക്കുന്നവരല്ലേ എന്നാണ് ആദ്യം ഖദീജ ചോദിച്ചത് റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ചാർച്ചബന്ധം ചേർക്കുക എന്നത് ഒരു മഹാ അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവര് പകർത്തിയതായ ഒരു അമലാണ്. ജനങ്ങൾ അവരെ സ്നേഹിക്കാനും ജനങ്ങൾ അവർക്ക് അമീൻ എന്ന് പേര് വെക്കാനും ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തിയും പേരുള്ളവരായി മാറുവാനും കാരണമായ ചില കാര്യങ്ങൾ, ചില പ്രത്യേകതകൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ എണ്ണി പറയുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയുന്നതല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതല്ല എന്ന് ഖദീജ പറഞ്ഞപ്പോൾ അതിന് കാരണമായി പറഞ്ഞതാണ് ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ ചാർച്ചബന്ധം ചേർക്കുന്നവരായിരുന്നു എന്നത്. പിന്നെ രണ്ടാമതായി പറഞ്ഞത് തസ്തുഖുൽ ഹദീസ്, നിങ്ങൾ സത്യമേ പറയാറുള്ളൂ, കളവ് പറയാറില്ല. വതഹ്മിലുൽ കൽ, അപ്രകാരം തന്നെ നിങ്ങൾ ശേഷികെട്ടവരെയും അനാഥകളെയും നിങ്ങൾ അവരുടെ പ്രയാസങ്ങളെ വഹിക്കുന്ന വ്യക്തിയാണ്. അപ്രകാരം തന്നെ ചില റിപ്പോർട്ടുകളിൽ തുഅദ്ദിൽ അമാന, നിങ്ങൾ അമാനത്ത്, സൂക്ഷിപ്പ് സ്വത്ത് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ മടക്കി കൊടുക്കുന്നവരും വീട്ടുന്നവരുമാണ് അതിന്റെ ഉടമകൾക്ക്. വതഖറുൽ ലൈഫ്, അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിനെ അഥവാ അതിഥികളെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്ന ആളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അപ്രകാരം തന്നെ മുസീബത്തുകൾ, പ്രയാസങ്ങൾ എന്ത് വന്നാലും അവകൾക്കെല്ലാം വേണ്ടി അവകളെയെല്ലാം ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുന്നവരാണ്. അപ്രകാരം തന്നെ നിങ്ങൾ വതക്സിബുൽ മഅദൂം, മറ്റുള്ളവരുടെ പ്രയാസത്തെ മാറ്റാൻ വേണ്ടി നിങ്ങൾ പ്രയാസപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ മനക്കെട്ട് കാശുണ്ടാക്കി അവരെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് എന്നീ പ്രത്യേകതകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മഹദിയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായ വേളയിൽ ആദ്യമായി എണ്ണിയത് സിലത്തുർ റഹ്മാണ്, നിങ്ങൾ ചാർച്ചബന്ധം ചേർക്കുന്നവരാണ്. അപ്പോൾ ഇസ്ലാമിലും പണ്ട് ജാഹിലിയ്യ കാലത്തിലും എല്ലാം മനുഷ്യന്മാരുടെ ഇടയിൽ പേര് കേട്ട, അവർ വളരെ ബഹുമതിയും ബഹുമാനവും നൽകുന്നതായ ഒരു നന്മയാണ് സിലത്തുർ റഹ്മി എന്നത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് സഹാബാക്കളെ മനസ്സിലാക്കിയത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി ഞാൻ പോവുകയുണ്ടായി ഖുബയിലേക്ക്.
ഖുബാ പള്ളിയിലേക്ക് ചെന്നപ്പോൾ റസൂലുള്ളാഹിയുടെ മുഖം ഞാൻ നോക്കിയ സന്ദർഭത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇന്ന വജ്ഹഹു ലൈസ വജ്ഹു കദ്ദാബ്, കളവ് പറയുന്ന ഒരു വ്യക്തിയുടെ മുഖമല്ല ഇത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഉഫ്ഷുസ്സലാം, നിങ്ങൾ സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. വാതിഅമുത്തആം, നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക. വസലുൽ അർഹാം, നിങ്ങൾ ചാർച്ച ബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി, നിങ്ങൾ രാത്രിയിൽ ഉണർന്ന് നമസ്കരിക്കുക. വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ. ഇങ്ങനെയുള്ള ഈ നന്മകളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ലഭിക്കാൻ പോകുന്നത്? തദ്ഖുലുൽ ജന്നത ബിസലാം, രക്ഷയോടെ നിങ്ങൾക്ക് ആ രക്ഷയാകുന്ന വീടാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഖുബാ പള്ളിയിലിരുന്നു കൊണ്ട് ജനങ്ങളോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് സഹീഹിൽ കാണാം. ഈ ഹദീസും നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്ക ജീവിതത്തിൽ ഉണ്ടായതായ ആ പ്രകടമായി കാണുന്നതായ പ്രത്യേകത നാം സിലത്തുർ റഹ്മാൻ എന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ മദീന ജീവിതത്തിലും ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഉത്ബോധനം ചെയ്തതായ നന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിലത്തുർ റഹ്മ അഥവാ ചാർച്ച ബന്ധം ചേർക്കുക എന്നത്. നിങ്ങൾ കേട്ടതായ ഹദീസ് ബുഖാരിയിലാണ്, മുസ്ലിമിലാണ്, സഹിഹ ഹദീസാണ്. കേൾക്കാൻ പോകുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുവസ്സഅ ലഹു ഫീ റിസ്ഖിഹി, ആർക്കെങ്കിലും അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകുന്നതായ ആ സമ്പാദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വ അൻ യൻസഅ ലഹു ഫീ അഥരിഹി, അപ്രകാരം തന്നെ അവന്റെ വയസ്സ് വർദ്ധിക്കണമെന്ന്, അഥവാ വയസ്സിൽ ബർക്കത്ത് ഉണ്ടാവലായിരിക്കും വർദ്ധിക്കൽ, അല്ലാഹു അലം, അത് ചർച്ചയുണ്ട്. ഏതായാലും വയസ്സ് വർദ്ധിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, കൂടുതൽ ജീവിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫൽയസ്ൽ റഹ്മ, അവൻ ചാർച്ച ബന്ധം ചേർക്കട്ടെ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ പരലോകത്തിൽ ഇതുവരെ നാം കേട്ടതിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, സ്വർഗം നേടാൻ, സ്വർഗം സമ്പാദിക്കാൻ പ്രധാനപ്പെട്ട ഒന്നാണ് സിലത്തുർ റഹ്മ എന്നത്. ഈ സിലത്തുർ റഹ്മ പല രൂപത്തിലും ചെയ്യാവുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും, ഓരോ ചുറ്റുപാടിലും, ഓരോ അന്തരീക്ഷത്തിലും ഏത് രൂപത്തിലാണ് സിലത്തുർ റഹ്മ സാധിക്കുന്നത് ആ രൂപത്തിലെല്ലാം അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മക്ക ഇമാം പറഞ്ഞതുപോലെ അതിൽപ്പെട്ടതാണ് സിയാറത്ത്. അത് നേർക്കുനേരെ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഏതായാലും ആ സന്ദർശനം അവൻ ഒഴിവാക്കി കളയരുത് കുടുംബ മെമ്പർമാരുമായിട്ട്. അതുപോലെ തന്നെ അവരിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ ആ രോഗത്തെക്കുറിച്ച് അന്വേഷിക്കലും, ആ രോഗത്തിൽ നിന്നിട്ട് ശമനം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കലും, അവർക്ക് അതിനു വേണ്ടി സഹായം വേണ്ടി വന്നാൽ നിനക്ക് സാധിക്കുമെങ്കിൽ അവരെ സഹായിക്കലും, അപ്രകാരം തന്നെ അവരെ നിന്നെ ക്ഷണിച്ചാൽ അവരുടെ ക്ഷണം സ്വീകരിക്കലും, അപ്രകാരം തന്നെ അവർക്കുള്ളതായ നന്മകളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം നീ പങ്കിടലും, ഇതെല്ലാം സിലത്തുർ റഹ്മിന്റെ അഥവാ ചാർച്ച ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ ഒന്നിന്റെ പേരാണ് അൽ ഇഹ്സാൻ, ഇഹ്സാനി എന്നത്. ഇഹ്സാനി എന്നതായ ആ പ്രത്യേകത അത് സമ്പത്തിലൂടെയാണ് കൂടുതൽ മനുഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കുക. ഒരാൾ മറ്റുള്ള അഥവാ അവന്റെ കുടുംബ മെമ്പർമാരെ സാധിക്കുമെങ്കിൽ സമ്പാദ്യത്തിലൂടെ അഥവാ സമ്പത്തിലൂടെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ പല പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ അതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇഹ്സാന് സിലത്തുർ റഹ്മിന്റെ കൂട്ടത്തിൽ അത് അവർക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ സഹായിക്കുക സമ്പാദ്യത്തിലൂടെ അല്ലെങ്കിൽ കാശിലൂടെ എന്ന അർത്ഥത്തിലേക്ക്. ഇതേ അർത്ഥം കുറിക്കുന്ന വാക്ക് തന്നെ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സിലത്തുർ റഹ്മി എന്ന് പറഞ്ഞാൽ അഥവാ ചാർച്ച ബന്ധം ചേർക്കുക എന്നത് അത് സിയാറത്തിലൂടെയും അപ്രകാരം തന്നെ അവർക്ക് ചെയ്യേണ്ടതായ ഖിദ്മത്തുകൾ ചെയ്യലിലൂടെയും സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് എന്ന് മഹാനായ ഇമാം യഹ്യ ഇബ്നു ശറഫ് നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. എന്നാൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവർ മദീനയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി പറയുകയുണ്ടായി, എനിക്ക് നല്ലൊരു തോട്ടമുണ്ട്. ആ തോട്ടം ബിറുഹ എന്നതായ കിണറൊക്കെ ഉൾക്കൊള്ളുന്നതായ തോട്ടമാണല്ലോ. ആ തോട്ടത്തെ ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഏത് രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യുത്തരം നൽകിയത് അത് നിങ്ങളുടെ കുടുംബത്തിന് ഫലം കിട്ടുന്ന രൂപത്തിൽ അത് നിങ്ങൾ ചെലവഴിക്കുക എന്നതായിരുന്നു. അതിന് നിങ്ങൾ
കുടുംബത്തിന് വേണ്ടി വഖഫ് ചെയ്യുക എന്നായിരുന്നു. അപ്പോൾ ചാർച്ചബന്ധം ചെറുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ നൽകുന്നതായ ഒരു ഭാഗമാണത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയതായ ആ ആഹ്വാനത്തിൽ നിന്നിട്ട്, ആ കൽപ്പനയിൽ നിന്നിട്ട് നാം മനസ്സിലാക്കിയത്. മസ്ജിദുൻ നബവിയിൽ ഇപ്പോൾ ബാബുൽ മലിക് ഫഹദ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ മെയിൻ ഗേറ്റിന് അല്പം മുമ്പായിട്ടാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ പള്ളിയുടെ അകത്താണ്. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ബീറുഹ എന്നതായ കിണറടക്കമുള്ളതായ തോട്ടങ്ങളൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു, കാണാമായിരുന്നു. ഇപ്പോൾ അത് പള്ളിയുടെ അകത്തായി, ആ പള്ളി വികസിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ അകത്തായി മാറിയിരിക്കുകയാണ്. ഏതായാലും നാം ചാർച്ചബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായും അപ്രകാരം തന്നെ അവരുടെ അനുചരന്മാരിലും അവരുടെ കുടുംബത്തിലും എല്ലാം അത് നടപ്പാക്കിയിട്ട് അതിന് അനിവാര്യമായ കൽപ്പനകൾ കൽപ്പിച്ചുകൊണ്ട്, ഉപദേശങ്ങൾ ഉപദേശിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അതിലേക്ക് അവരെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നതാണ്. നാം സദഖ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിനെയാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ സദഖയിൽ 2 കൂലിയാണ്. ഒന്നാമത് അവര് ഫക്കീറന്മാര് എന്നതായ ആ പ്രത്യേകത അവരിലുണ്ടെങ്കിൽ അത് ലഭിക്കുന്നു, അഥവാ ഫക്കീറന്മാരെ സഹായിക്കുക എന്നത് ലഭിക്കുന്നു. അതോടൊപ്പം കുടുംബത്തെ സഹായിക്കുക എന്നതും കൂടി ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നാം അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഉന്തിക്കേണ്ടത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനസ് സബീൽ, നീ നിന്റെ കുടുംബത്തെയാണ്, കുടുംബക്കാർക്ക് നീ സഹായിക്കുക, അവർക്ക് അവരുടെ അവകാശം നൽകുക എന്നതാണ്. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറയുകയുണ്ടായി, റസൂലേ, ഞാൻ എന്റെ കുടുംബത്തെ ചാർച്ചബന്ധം ചേർക്കാൻ വേണ്ടി ഞാൻ പാടുപെടുന്നു, അവരെ ഞാൻ സന്ദർശിക്കുന്നു, അവരെ ഞാൻ സഹായിക്കുന്നു, അവർക്ക് വേണ്ട ഒത്താശകൾ ഞാൻ ചെയ്യുന്നു, പക്ഷേ അവരത് കൂട്ടാക്കുന്നില്ല, അവരതിനെ പരിഗണിക്കാത്തതുപോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറയും പോലെയാണ് സംഭവമെങ്കിൽ, അഥവാ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ ബാധ്യതയിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നില്ല, അവർക്ക് ചെയ്യേണ്ട ഒത്താശകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടതായ എല്ലാം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവർ നിങ്ങളെ സന്ദർശിക്കുന്നില്ല, അവർ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ആസിലത്തുർ റഹ്മിൽ വീഴ്ച വരുത്തുന്നു. എന്നാൽ ഫകഅന്നമാ തസിഫുഹുൽ മൽ, നീ അവരുടെ മുഖത്തേക്ക് ചൂടുള്ള വെണ്ണീർ എറിഞ്ഞതുപോലെയാണ് നീ അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ ചെയ്യുന്ന തെറ്റിന്, അവർ ചെയ്യുന്നതായ കുറ്റത്തിന് അതിനുള്ളതായ ശിക്ഷ അവർ പേറിക്കോളും, അത് നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും പോലെ. അതെ, അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. നമ്മോടുള്ളതായ വിദ്വേഷമോ അല്ലെങ്കിൽ വല്ല രൂപത്തിലുള്ളതായ വരസലുകളോ കുടുംബക്കാരുടെ ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നാം പരിഗണിക്കാതെ, അത് നാം കൂട്ടാക്കാതെ സിലത്തുർ റഹ്മ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്, ചേർത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നർത്ഥം. അതെ, ഒരവസരത്തിൽ തൽഹത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ഭാര്യയുടെ മുമ്പിൽ പറയപ്പെടുകയുണ്ടായി, നിങ്ങളുടെ സമൂഹത്തിന്റെ കാര്യം അത്ഭുതം തന്നെ, നിങ്ങൾ അവർക്ക് സഹായിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങൾ അവരെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കി കളയുന്നു. അപ്പോൾ അവർ നൽകിയതായ മറുപടി, അവര് നല്ല കാര്യമാണ് ചെയ്തത്, എന്തുകൊണ്ട് അവർ എന്റെ കൂടെ എനിക്ക് സമ്പത്തുള്ള സന്ദർഭത്തിൽ, എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവർ എന്റെ അടുക്കൽ വരുന്നത്, അല്ലാത്ത സമയത്തിൽ അവർ എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല, അതവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാർച്ചബന്ധത്തെ നിലനിർത്താൻ വേണ്ടിയുള്ളതായ പോണുവഴികളും അവരുടെ ഇടയിൽ വരസലില്ലാത്ത രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ ചിന്തിക്കാനുള്ള മാർഗങ്ങളുമാണ് ആ സഹോദരി നമുക്ക് പാഠം പഠിപ്പിച്ചത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് റഹം എന്ന് പറയുന്നതായ ഈ ചാർച്ചബന്ധം എന്ന് പറയുന്നത് എണീറ്റ് നിന്നുകൊണ്ട് ഇത് നിന്നോട് കാവലിനെ ചോദിക്കുന്ന രംഗമാണ്, എന്നെ കട്ട് ചെയ്യുന്ന അഥവാ ഞാനുമായി അഥവാ ചാർച്ചബന്ധം മുറിക്കുന്നതായ വിഭാഗത്തെ തൊട്ട് എന്ന് പറഞ്ഞപ്പോൾ, നീ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ തരാൻ തയ്യാറാണ്, അഥവാ നിന്നെ കട്ട് ചെയ്യുന്ന അഥവാ ചാർച്ചബന്ധം ചേർക്കാത്തവരെ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നതായ അനുഗ്രഹങ്ങൾ അറ്റതാക്കി മാറ്റും, മുറിഞ്ഞതാക്കി മാറ്റും, അവരെ കൂട്ടാക്കുകയില്ല എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ റഹമിനോട് പണ്ട് തന്നെ വാഗ്ദാനം ചെയ്തതാണ്, ചാർച്ചബന്ധത്തെ കട്ട് ചെയ്യുന്നതായ വിഭാഗത്തെ അതിനുള്ളതായ തക്കതായ പ്രതികാരം അല്ലാഹു നൽകുമെന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അല്ലാഹു ഖുർആനിൽ പറയുന്ന ശൈലി ഞാൻ ഓതിയതായ ആയത്തിൽ ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും. ഒരു വിഭാഗം പണ്ട് മക്കയിൽ നിന്നിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചതായ സന്ദർഭത്തിൽ മറ്റുള്ള വിഭാഗം അവരുമായിട്ടുള്ളതായ ബന്ധം മുറിക്കുകയും അവർ ശിർക്കിൽ തന്നെ നിലനിൽക്കുകയും അവർ ഫസാദും ഫിത്നയും വ്യാപകമാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ചാർച്ചബന്ധം മുറിച്ചു എന്ന് മാത്രമല്ല, ഈ ചാർച്ചബന്ധം നിങ്ങൾ മുശ്രിക്കുകളായി നിൽക്കുന്നതോടുകൂടി അത് കട്ടാക്കൽ വരികയും അപ്രകാരം തന്നെ ഫസാദുകൾ നിങ്ങൾ വ്യാപകമാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. അത് നിങ്ങളുടെ അർഹാമിനെ ഖത്അ ചെയ്യുക, നിങ്ങളുടെ ചാർച്ചബന്ധം മുറിക്കുക എന്നത്
മഹാ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗം അള്ളാഹു ശപിച്ചവരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്ന വിഭാഗമാണ് എന്നൊക്കെയാണ് ആയത്തിന്റെ പരിപൂർണത. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞ സന്ദർഭത്തിൽ ഓതിയതായി കാണാം. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. അപ്പോൾ ചാർച്ചബന്ധം ചെറുക്കുക എന്നത് ഒരു മഹാ ഇബാദത്താണ്. അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതിൽ എന്നെ പോലത്തതായ വിദേശത്ത് വന്നുകൂടിയതായ വിഭാഗത്തിന് ചാർച്ചബന്ധം ചെറുക്കാനുള്ളതായ മാധ്യമങ്ങൾ പണ്ട് തന്നെ ഫോണിലൂടെ ഉണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ വികസിച്ചിട്ട് നമുക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള, അവരുമായി ചർച്ച ചെയ്യാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള, അവരുമായി എല്ലാറ്റിലും പങ്കുവെക്കാനുള്ള, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ ദുഃഖം, അതിലെല്ലാം പങ്കുവെക്കാനുള്ളതായ സർവ്വ മാധ്യമങ്ങളും സർവ്വ റൂട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ അതിനുള്ള ചാൻസ് ഉണ്ടായില്ല എന്ന് പറയാനില്ല എന്നർത്ഥം. ഏതായാലും അത് ശരിക്കും അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ അടക്കമുള്ള നാം ഓരോരുത്തരും പാടുപെട്ടുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ ഡോക്ടർ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ബഈജാനാണ് ഇന്ന് ഖുത്ബ ഓതിയത്. അദ്ദേഹം സംസാരിച്ച വിഷയം ഹൃദയം, ഖൽബ് എന്ന വിഷയമായിരുന്നു. ഖൽബ് എന്നത് പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതായ ശൈലി നാം പലപ്പോഴും കേൾക്കാറുള്ളതാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആ ദിവസം അഥവാ പരലോകമാകുന്ന മഹാദിവസം, എല്ലാവരും പ്രയാസപ്പെടുന്ന ദിവസം, മനുഷ്യന്മാരാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, എല്ലാ സൃഷ്ടികളും പ്രയാസപ്പെടുന്നതായ ദിവസമാണല്ലോ മഹ്ശറ എന്ന് പറയുന്നതായ ദിവസം. അങ്ങനെയുള്ള ദിവസത്തിൽ അവിടെ രക്ഷപ്പെടൽ ആരാണ്? നല്ല ഹൃദയവുമായി വന്നാൾ, സുരക്ഷിതത്വത്തോടു കൂടിയുള്ള ഹൃദയവുമായി വന്നാൾ. അപ്പോൾ ഹൃദയം ക്ലിയർ ആവുക, അത് ഹൃദയരോഗം ബാധിക്കാത്തതായ ഹൃദയമായി മാറുക, അത് മുഖ്യമാണ്. യഥാർത്ഥത്തിൽ ആ രോഗം എന്ന് പറയപ്പെടുമ്പോൾ ആ ഹൃദയ രോഗം, ഇസ്ലാം ഉദ്ദേശിക്കുന്ന രോഗം, അത് വെറുപ്പ്, അറുപ്പ്, ഹസദ്, അസൂയ പോലത്തതായ രോഗങ്ങളാണ്. എന്നല്ലാതെ ഹൃദയത്തിന് തട്ടുന്നതായ മറ്റു മാദ്ദ എന്ന് നാം പറയുന്നതായ തൊടാൻ പറ്റുന്ന രൂപത്തിലുള്ളതായ രോഗമല്ല. അഥവാ ഹൃദയം ശേഷിക്കട്ട ഹൃദയമാണ്. ഹൃദയത്തിൽ അതിലുള്ളതായ ചോര നടക്കുന്ന കാര്യത്തിലൊക്കെ വീഴ്ചയുണ്ട്, അതിലൊക്കെ പൈപ്പൊക്കെ വടക്കായിട്ടുണ്ട്. ആ രോഗമല്ല ഈ പറയുന്നത്. ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്നതായ സലാമത്ത്, അത് ഹൃദയത്തിൽ വരാൻ സാധ്യതയുള്ളതായ മറ്റു രോഗങ്ങളാണ്. ആ രോഗങ്ങളില്ലാത്തവർക്കാണ് സലാമത്തുള്ളതായ ഹൃദയത്തിന്റെ ഉടമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂചിപ്പിച്ചത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിന്റെ അതിന്റെ പാത്രമാണ് ഹൃദയം. നാം അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം എവിടെയാണ് അതിന്റെ തലസ്ഥാനം? അത് ഹൃദയത്തിലാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കുമ്പോൾ അത് കുഫ്രിയത്താണ്. കുഫ്രിയത്തിന്റെയും തലസ്ഥാനം എവിടെയാണ്? അത് ഉണ്ടാകുന്നതായ സ്ഥലം എവിടെയാണ്? അതും ഹൃദയം തന്നെയാണ്. അപ്പോൾ കുഫറിന്റെയും അതുപോലെ തന്നെ ഈമാനിന്റെയും മസ്തറാണ് ഹൃദയം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, നമ്മുടെ ഹൃദയം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെ നേതാവാണ് എന്ന സൂചന കുറിക്കുന്നതായ ഭാഗം. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ലോകമേ അറിയണം, ജനങ്ങളെ, ഫിൽ ജസദി മുദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപീഠമുണ്ട്. ഇദാ സലുഹത്, ആ മാംസപീഠം നന്നായി കഴിഞ്ഞാൽ സലുഹൽ ജസദു കുല്ലു, ശരീരം ആ സകലം നന്നാകുന്നു. ഇദാ ഫസദത്, അത് വടക്കായി കഴിഞ്ഞാൽ ശരീരം ആ സകലം വടക്കാകുന്നു. അതേതാണ്? അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ ഹൃദയത്തിന്റെ അകത്തിൽ കൂടി നാം ചെയ്യുന്നതായ സർവ്വ അമലുകൾ, നന്മയാവട്ടെ തിന്മയാവട്ടെ, അതിനുള്ളതായ ഓർഡറുകൾ വരുന്നതും അതിനുള്ളതായ നിയ്യത്തുണ്ടാകുന്നതും അതിനുള്ളതായ കരുത്തുണ്ടാകുന്നതും അതെല്ലാം ഹൃദയത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയം അത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ മലിക്കാണ്, രാജാവാണ്, രാജ്ഞിയാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഹൃദയത്തിൽ കൂടി ഉദിക്കുന്നതായ നിയ്യത്ത്, അത് നല്ല നിയ്യത്താണെങ്കിൽ അതിന് അല്ലാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കുന്നു. അതേസമയത്ത് വടക്കാണെങ്കിൽ, അത് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം വടക്കാണെങ്കിൽ, അത് ഈ പ്രാവർത്തികമായിട്ട് പുറത്ത് വരുമ്പോൾ മാത്രമേ അതിന് എന്ത് സംഭവിക്കുകയുള്ളൂ? തെറ്റ് ചെയ്തതായ കുറ്റം കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം കുറ്റം ലഭിക്കുന്നതുമല്ല. അത് അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ് നമ്മൾക്ക്. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി, നിങ്ങളുടെ ഹൃദയത്തിൽ
കൂടി ഉദിക്കുന്നതായ കാര്യങ്ങളിൽ വല്ല പിഴവുകളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല. വലാക്കിൻ എപ്പോഴാണ് അള്ളാഹു ശിക്ഷിക്കുക? മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കെട്ടുറപ്പുള്ളതായ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ കരുത്തോടുകൂടി അത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേര്, ഒരാൾ മറ്റാളെ കൊല്ലണം, അയാൾ ഇയാളെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വക്കാണമുണ്ടായാൽ റസൂൽ പറയുന്നു രണ്ടുപേരും നരകത്തിലാണ് പറയപ്പെട്ടു. അപ്പോൾ കൊന്നാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കൊലപ്പെട്ടു, പക്ഷേ കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകിയത് എന്തായിരുന്നു? ആ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി കരുതിയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല, അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ട്. പക്ഷേ കരുതൽ അദ്ദേഹത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ട്, ആ തീരുമാനം കൊല്ലണമെന്നായതുകൊണ്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കരുത്തോടുകൂടി ആണ് നാം സത്യം ചെയ്യുന്നതെങ്കിൽ, ഖുർആനിൽ അതാണല്ലോ പറഞ്ഞത്, സത്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അള്ളാഹുനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയാൻ പോകുന്ന കാര്യം അത് ആ സത്യം കരുത്തോടുകൂടിയുള്ള സത്യമാണ്. എന്നല്ലാതെ അറബികൾ പറയുന്നത് പോലെ സംസാരത്തിൽ മുഴുവനും അവരുടെ ഭാഷ ക്ലിയർ ആവണമെങ്കിൽ, ആ ഭാഷയിൽ കൊഴുപ്പുണ്ടാവണമെങ്കിൽ വല്ലാഹി 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 എന്ന് പറയണം. ആ വല്ലാഹി എന്തല്ല, അള്ളാഹു തന്നെ ഖുർആനിൽ അവരോട് പറഞ്ഞതാണ്. ഖുർആനിന്റെ ഭാഷയിൽ നിങ്ങൾ സാധാരണ പറയുന്നതായ, കരുതാതെ പറയുന്നതായ വല്ലാഹിയെ വല്ലാഹി എന്ന പദം നിങ്ങൾ പറയുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നതല്ല. നിങ്ങളെ ശിക്ഷിക്കൽ ആ വല്ലാഹി കരുത്തോടു കൂടിയായി മാറുമ്പോഴാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവരോടും നമ്മളോടും പറയാൻ കാരണം അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഹൃദയം നമ്മെ ഒന്നിരിക്കലോ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അള്ളാഹു നമ്മുടെ ഹൃദയം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഹൃദയമാക്കി മാറ്റട്ടെ. ഈ എല്ലാ അമലുകളെ കുറിച്ചും നമുക്ക് പാഠമുള്ളതാണ്, മനഃപ്പാഠമുള്ളതാണ്. അത് നിയ്യത്തിൽ കൂടിയാണ്. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, സർവ്വ അമലുകളും അതിന് അള്ളാഹു സ്വീകരിക്കൽ, അത് സ്വീകാര്യമായതാണോ അല്ലേ എന്ന് തീരുമാനിക്കപ്പെടൽ എന്തിലൂടെയാണ്? നിയ്യത്തിലൂടെയാണ്. ആ നിയ്യത്ത് ശരിയാകുന്ന സന്ദർഭത്തിലാണ് ഇഖ്ലാസ് ഉണ്ടാവുക. ഇഖ്ലാസ് ശരിയാവുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിലൊക്കെ ഖുശൂഉ ഉണ്ടാവുക. അപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക, ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുക, ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റുക. അതൊക്കെ സംഭവിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയം ശരീരത്തിന്റെ മലിക്കാണ് അല്ലെങ്കിൽ മലിക്കത്താണ് എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ളതായ ആ ഹൃദയം യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ പറയാറുണ്ട്, ഒമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലിനസീഹി, മനുഷ്യൻ എന്ന ഇൻസാൻ എന്ന പേര് വെക്കപ്പെട്ടത് അവന് മറവി ഉണ്ടാകുന്നത് കൊണ്ടാണ്. കൽബിന് കൽബി എന്ന് പേര് വെക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? അത് മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ സാധനമായതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയം നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ അട്ടിമറിയാൻ സാധ്യതയുണ്ട്. നമുക്ക് പലപ്പോഴും കേൾക്കും, അദ്ദേഹം മതം പൊട്ടിയാളായി മാറി, അദ്ദേഹം നല്ല മുസ്ലിമായിരുന്നു, അദ്ദേഹം 5 വക്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു, അദ്ദേഹം ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയ ആളായിരുന്നു, അദ്ദേഹം ഖുർആൻ പഠിച്ച ആളായിരുന്നു, അദ്ദേഹം സുന്നത്ത് പഠിച്ച ആളായിരുന്നു, അത് വിറ്റാക്കുന്ന വ്യക്തിയായിരുന്നു. പെട്ടെന്നൊരു പ്രഭാതത്തിൽ എന്തെങ്കിലും തോന്നിവാസം കേൾക്കുമ്പോൾ, എന്തെങ്കിലും അനാചാരം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ആധുനിക മാധ്യമങ്ങളുടെയൊക്കെ അടിമയായി മാറുന്ന വിഭാഗം അവർ പെട്ടെന്ന് അവരുടെ റൂട്ട് മാറ്റുന്നു, അവരുടെ ജീവിത രീതി മാറ്റുന്നു, അവരുടെ ഹൃദയം അട്ടിമറിയുന്നു. അത് മഹാ അപകടമാണ്. അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ടതായ പല നിരീശ്വരവാദികളെയും, നിർമ്മതവാദികളെയും, ഖുർആൻ നിഷേധികളെയും, ഹദീസ് നിഷേധികളെയും, ബുദ്ധിപൂജകന്മാരെയും നാം ദൈനംദിനം കണ്ടുകൊണ്ടേയിരിക്കുന്ന യുഗത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ആധുനിക മാധ്യമങ്ങളിലൂടെ നമുക്കറിയാവുന്നതുപോലെ പലരും ഓരോ നിമിഷത്തിൽ അവന്റെ ചിന്താഗതികൾ, അവന്റെ ആദർശം തന്നെ മാറിപ്പോകാൻ ചാൻസുള്ള രൂപത്തിലുള്ളതായ അക്രമങ്ങളാണ് ചിന്താഗതികളിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവകൾക്കെതിരിൽ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ, നമ്മുടെ ഹൃദയത്തിനെ നിൽക്കേണ്ടടുത്ത് നിർത്താൻ പരിശ്രമിക്കലും അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇമാം ഓതിയതായ ആയത്തിൽ നാം കേട്ടതുപോലെ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്നത്തെ ദിവസത്തിൽ ആർക്കും അവന്റെ സമ്പത്ത് കൊണ്ട് പ്രയോജനമില്ല, അവന്റെ മക്കളെ കൊണ്ട് പ്രയോജനമില്ല, ആരെ കൊണ്ടും പ്രയോജനമില്ല. ആരല്ലാതെ, എങ്ങനെയല്ലാതെ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതത്തോടു കൂടിയുള്ള ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നവൻ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ ഹൃദയം സുരക്ഷിതത്വമുള്ള ഹൃദയമായി മാറാൻ വേണ്ടി നാം പാടുപെടേണ്ടതും നാം പരിശ്രമിക്കേണ്ടതുമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും പാടുപെടുമ്പോഴും അത് നാം അപകടത്തിൽ
അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ചിന്താഗതികൾ കേൾക്കാതിരിക്കാൻ, അങ്ങനെയുള്ള അനിസ്ലാമിക ചിന്താഗതികൾ പറയുന്നവരുടെ അടുക്കൽ ചെല്ലാതിരിക്കാൻ, അവരെ കൂട്ടാളികൾ ആക്കി മാറ്റാതിരിക്കാൻ, അവരിൽ നിന്നിട്ട് ദൂരപ്പെടാൻ, അവരിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, നമ്മുടെ കുട്ടികളെയും രക്ഷപ്പെടുത്താൻ, അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ വാസിഉദ്ദീനി ഉണ്ടാക്കിയെടുക്കാൻ, മതഭക്തി ഉണ്ടാക്കിയെടുക്കാൻ, മതപരമായുള്ള വിജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ പല രൂപത്തിലും നമുക്ക് പരിശ്രമിക്കേണ്ടി വരും. എന്തിനു വേണ്ടി? നമ്മുടെ ആ ഹൃദയത്തെ അല്ലെങ്കിൽ ആ കൽബിനെ രക്ഷപ്പെടുത്തേണ്ടതുപോലെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ കാരണം. നോക്കൂ, അല്ലാഹു തന്നെ നമുക്ക് പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മോട് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഷിട്ടികളോടും കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോടും ജിന്നുകളോടും വസ്തുക്കളോടും വ്യക്തികളോടും മലക്കളോടും ഒന്നും തന്നെ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. പ്രാർത്ഥിക്കേണ്ടത് എന്നോട് മാത്രമാണ് എന്ന് ഖുർആനിന്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റ വരെ നൂറുകണക്കിൽ പ്രാവശ്യം പല ശൈലിയിൽ അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു തന്നെ എന്ത് ചെയ്തു? 60-ൽ പരം പ്രാവശ്യം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണം, ഏത് രൂപത്തിൽ ചോദിക്കണം, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അങ്ങനെയുള്ള ആ പാഠങ്ങളിൽ പെട്ടതാണ്, ആ പഠിപ്പിച്ച ഭാഗങ്ങളിൽ പെട്ടതാണ് റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ ഹൃദയത്തെ നീ വ്യതിചലിപ്പിച്ച് കളയരുത്, നീ സന്മാർഗത്തിലേക്ക് നയിച്ചതിന്റെ ശേഷം. അപ്പോൾ നമുക്ക് സന്മാർഗത്തിലേക്ക് എത്താനുള്ളതായ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർണം പോലെ, ഞാൻ എന്റെ ഭാഷയിൽ പറയാറുള്ളത് പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ, ജീവൻ പോലെ നാം സംരക്ഷിക്കേണ്ടതായ ഒന്നാണ് ആദർശം, ഒന്നാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തെ നാം സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുക. ജൂതന്മാര് പണ്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ വ്യതിചലിച്ചുകൊണ്ട് അവർ അല്ലാഹുവിൽ നിട്ട് ദൂരപ്പെട്ടതായ ആ രംഗത്തെക്കുറിച്ച്, അഹ്ലു കിതാബുകൾ ദൂരപ്പെട്ടതായ രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലുള്ളതായ ശൈലി കാണാം. ആ ഇനത്തിൽ നാം പെട്ടുപോകാൻ പാടുള്ളതല്ല. തുമ്മ ഖസത്ത് ഖുലൂബുകും മിൻ ബഅദി ദാലിക. ഇതൊക്കെ കേട്ട ശേഷം, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട ശേഷം, നബിമാര് വന്ന ശേഷം നിങ്ങളുടെ ഹൃദയം കടുകട്ടിയുള്ള ഹൃദയമായി മാറി. ഫഹിയ കൽ ഹിജാറ, അത് പർവ്വതം പോലെ അല്ലെങ്കിൽ കല്ലുപോലെയായി മാറി നിങ്ങളുടെ ഹൃദയം. ഔ അശദ്ദു ഖസ്വ, എന്ന് മാത്രമല്ല കല്ലിനേക്കാളും കട്ടിയുള്ളതായി മാറി. എന്താ കല്ലിനേക്കാളും കട്ടിയുള്ളതായി എന്ന് പറയാൻ കാരണം? വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. അല്ലാഹു പറയുന്നു, ആ കല്ലുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് വെള്ളങ്ങൾ ഒലിച്ചു വരുന്ന, അത് പൊട്ടിത്തെറിച്ച് അതിൽ നിന്നിട്ട് വെള്ളങ്ങൾ ഒലിച്ചു വരുന്ന കല്ലുകളുണ്ട്. ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് കഷ്ണം കഷ്ണമായി അതിന്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെള്ളം പൊട്ടിത്തെറിച്ച് വരുന്നതായ കല്ലുകൾ, അപ്രകാരം തന്നെ കല്ല് പൊട്ടിത്തെറിച്ചിട്ട് അതിന്റെ അകത്തിൽ നിന്നിട്ട് വെള്ളം വരുന്നതായ കല്ലുകൾ. അതുപോലെ തന്നെ പർവ്വതത്തിന്റെ മീതേ നിന്ന് ചില കല്ലുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് അത് അവിടുന്ന് തകർന്ന് തെരിപ്പണമായി താഴെ ഇറങ്ങി വരുന്നതായിട്ട് കാണാമെന്ന് അള്ളാഹു പറയുന്നു. ഇങ്ങനെയെല്ലാം കല്ലിന്റെ സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള കല്ലിനേക്കാളും കട്ടിയുള്ള ഹൃദയമായി മാറിപ്പോയിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയമെന്ന് ജൂതന്മാരുടെ ഹൃദയത്തിലേക്ക് സൂചന നൽകി അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ, നമുക്കറിഞ്ഞ ഖുർആനിലാണ് പറയുന്നത് കൊണ്ട് തന്നെ ആ കാര്യം നാമും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയം ആ രൂപത്തിലുള്ളതായ കട്ടിയുള്ള ഹൃദയമായി മാറിപ്പോകാൻ പാടുള്ളതല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ചിട്ട് കരയുന്ന ആ രൂപത്തിൽ നമ്മെ സഹായിക്കുന്ന ഹൃദയമായിരിക്കണം നമ്മുടെ ഹൃദയം. അങ്ങനെ സുരക്ഷിതത്വത്തോടു കൂടി സംരക്ഷിക്കാൻ പറ്റുന്നതായ കൽബാക്കി മാറ്റാൻ, നമ്മുടെ കൽബിനെ ആ രൂപത്തിലാക്കി വളർത്തിയെടുക്കാൻ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനികി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന വാർത്ത എത്ര പ്രാവശ്യമാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. എന്റെ ക്ലാസ് മെമ്പർമാർക്ക് കേട്ട് മനഃപ്പാടമുള്ള വിഷയമല്ലേ അത്. റസൂല് സുജൂദിൽ കിടന്ന് ഓതുന്നത് ഞങ്ങൾ സാധാരണ കേൾക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാര് പറയാറുള്ളതായ ഹദീസുകളാണത്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തട്ടി മറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തണം, അത് പതറിപ്പോകരുത്, അത് പാളിപ്പോകരുത്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ അത് കേട്ടാൽ, ഞാൻ ആ പ്രസംഗം കേട്ടാൽ, ഞാൻ ഹദീസ് നിഷേധിയുടെ ചർച്ച കേട്ടാൽ, ഞാൻ ഖുർആൻ നിഷേധിയുടെ ചർച്ച കേട്ടാൽ, ഞാൻ യുക്തിവാദിയുടെ ചർച്ച കേട്ടാൽ, ഞാൻ നിരീശ്വരവാദിയുടെ ചർച്ച കേട്ടാൽ ഞാൻ പെട്ടുപോകുന്നതല്ല, ഞാൻ അപകടത്തിൽ പെട്ടുപോകുന്നതല്ല, എന്റെ ഉറച്ച ഹൃദയം ഞാൻ മാറിപ്പോകുന്നതല്ല.
ചെയ്യേണ്ടതല്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അല്ല, അങ്ങനെ എല്ലാ സംഭവം എത്ര തന്നെ കഴിവുള്ള, എത്ര തന്നെ പ്രാപ്തിയുള്ള ആളായിരുന്നാലും ഒരു പ്രഭാതത്തിൽ ചിലപ്പോഴൊക്കെ അവൻ പറയുന്നതിനോട് വെറുപ്പില്ലാത്തതായ വെറുപ്പെങ്കിലും നീങ്ങാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ ഉത്തമമായ രീതി, നമ്മുടെ ആദർശത്തിന് വിപരീതമായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവർ പറയുന്ന, അള്ളാഹു അല്ലാത്തവരെ പൂജിക്കുന്ന വിഭാഗം പറയുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിന് നൽകേണ്ട ആരാധനകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന വിഭാഗമാകുന്ന ബിദ്അത്തി ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന തോന്നിവാസങ്ങളും അനാചാരങ്ങളും ഖബർ സന്ദർശനത്തിന് പകരം ഖബർ പൂജകളാക്കി മാറ്റിയ വിഭാഗം പോലത്തവർ നടത്തുന്ന അത്തരം കാര്യങ്ങളൊക്കെ നാം കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാതിരിക്കുക. എന്തുകൊണ്ട്? ഒരു പ്രഭാതത്തിൽ അതൊക്കെ നല്ലതാണെന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് വരാൻ പോകുന്നത്? അവരും മുസ്ലിങ്ങളല്ലേ, നാമും മുസ്ലിങ്ങളല്ലേ, അവരും പറയുന്നത് ആയത്തല്ലേ, അവരും പറയുന്നത് ഹദീസല്ലേ എന്നൊക്കെ പറയുന്നതായ തോന്നിവാസം പറയുന്നതായ ചിന്താഗതികളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഹൃദയം വ്യതിചലിച്ചു പോവുക എന്നത് നമുക്കറിയാവുന്നതല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഈ ഹൃദയത്തിനെ, ആ ഈമാനിനെ, ആ ആദർശത്തെ, ആ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തെ മരണം വരെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന് മാത്രം നേർച്ചയാക്കി അവന് മാത്രം അർത്ത് അവന് മാത്രം ജീവിച്ച് മരിക്കുന്ന ഉജ്ജഹത്തുൽ കൽപ്പിച്ച രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ ജീവിതത്തിൽ തൗഹീദ് പകർത്തി ജീവിച്ച് സത്യവിശ്വാസിയായിട്ട് മരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശഫാഅത്തിൽ പരലോകത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിച്ചുകൊണ്ട് സ്വർഗത്തിൽ അവരോടൊപ്പം പ്രവേശിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാഞ്ചന്മാർക്കും കൂട്ടുകുടുംബക്കാർക്കും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും മുസ്ലിം ലോകത്തിന് ആസകനം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. ഇനിയും വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള, റമളാനാത്തുകളെ ധാരാളം സ്വീകരിക്കാനുള്ള ചുറ്റുപാട് നമുക്ക് ദീർഘായുസ്സ്, ആരോഗ്യം ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് മദീനയിൽ താമസിക്കുന്നവർക്ക് മദീനയിൽ വെച്ചിട്ട് സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.